ഇനിയൊരു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. ഇടുക്കി തൊടുപുഴ നഗരസഭയിൽ ഇത്തവണ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി NDAയുടേതാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ആ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വിശേഷങ്ങളിലേക്കാണ് ഇനി. തൊടുപുഴ നഗരസഭയിൽ BJP ഇത്തവണ ഏറ്റവും കൂടുതൽ വിജയം പ്രതീക്ഷിക്കുന്ന വാർഡുകളിൽ ഒന്നാണ് വേങ്ങത്താനം ഉൾപ്പെടുന്ന 3-ാം വാർഡ്. അവിടെ ഒരു യുവ സാരഥി ഇറക്കിയാണ് BJP ഇത്തവണ പരീക്ഷണം നടത്തുന്നത്. ലക്ഷ്മി ആണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തൊടുപുഴ നഗരസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് ലക്ഷ്മി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഒരു അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. വാർഡിലെ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിൽ മുമ്പോട്ട് പോകുന്നു? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകുന്നു. ആൾക്കാർക്കൊക്കെ നല്ല ഒരു അഭിപ്രായമാണ്. യുവതലമുറ കയറി വരട്ടെ, അവർ ഭരിക്കട്ടെ എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം. നല്ല ഗുഡ് റെസ്പോൺസ് ആണ്. പാർട്ടി പ്രവർത്തകരൊക്കെ വലിയൊരു ആവേശത്തിലാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണോ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? അതെ, വളരെ ആവേശത്തിലാണ് അവര്. നന്നായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥിയാണ്. എന്താണ് പഠിക്കുന്നത്? ആ സ്കൂളിൽ നിന്നുള്ള അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും ഒരു പ്രതികരണം ഏത് രീതിയിലായിരുന്നു ഈ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ? ഞാൻ അല്ലസർ കോളേജിലാണ് പഠിക്കുന്നത്. BEd ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. സാറുമാരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. ഞാനിങ്ങനെ മത്സരിക്കാൻ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവർ ഭയങ്കര നല്ല റെസ്പോൺസ് തന്നെയാണ്. എല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെ അവർ കാണുന്നു, എടുക്കുന്നു. പിന്നെ അവർക്കൊരു അഭിമാനമാണ്. ഞാനൊരു കൗൺസിലറായിട്ട് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അഭിമാനമാണ്. നമ്മുടെ മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടാണോ ഈ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്? അതെ. കൂടുതലായും മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വാർഡിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്? തീർച്ചയായിട്ടും. ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മോദി സർക്കാരിന്റെ എല്ലാ പദ്ധതികളും നമ്മുടെ വാർഡിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് ഞാൻ ഉറപ്പ് കൊടുക്കുന്നത് എല്ലാവർക്കും. ഒരു വലിയ പ്രതീക്ഷയിലാണ് പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. എതിരെ നിൽക്കുന്നതെല്ലാം മുമ്പ് മത്സരിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ്. ഒരു ഭയമുണ്ടോ അത്തരത്തില്? ഭയമില്ല എന്നല്ല, ഉണ്ട്. നമ്മള് എന്തായാലും ഒരാളാണ് അവിടെ ജയിക്കുള്ളൂ. പിന്നെ ഈ ഒരു ചെറിയ വയസ്സിൽ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ കിട്ടി എന്നോർക്കുമ്പോൾ എനിക്കൊരു അഭിമാനം ഉണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്. എന്തായാലും ഒരു തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അതെ, എന്തായാലും ഒരു തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ലക്ഷ്മിയുള്ളത്. ലക്ഷ്മിയിലൂടെ ആ ഒരു വാർഡ് തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്തായാലും BJP നോർത്ത് നേതൃത്വമുണ്ട്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.